നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇല്ല, ഞാനിന്ന് വീട്ടിലേക്ക് വരുന്നില്ല. മിക്കവാറും ഇവിടെ തന്നെ നിൽക്കും കേട്ടോ. അല്ല, ഇവിടെ ആരെങ്കിലും വേണ്ടേ? ഇന്നിവിടെ കിടക്കുക, നാളെ വരാം. അമ്മ ഒരു കാര്യം ചെയ്, മാമനെ കൊടുത്തേ. ആ മാമ, പിന്നെ പൈസക്കൊക്കെ ഇവിടെ കുറെ അത്യാവശ്യം ഉള്ളതാണ് കേട്ടോ, മനസ്സിലായോ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ എന്റെ എവിടെയാ കാശ്? മാമൻ എവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലും കുറച്ച് കാശ് സംഘടിപ്പിക്കണം. അതിപ്പോ എവിടുന്നെങ്കിൽ പലിശക്ക് എടുത്തിട്ടായാലും മതി, നമുക്ക് തിരിച്ചു കൊടുക്കാന്നേ. ഞാൻ ജോലി ചെയ്ത് തിരിച്ചു കൊടുക്കും, പിന്നെ എങ്ങനെ മാമൻ കൊടുക്കൂ? ആ എന്തു പറ്റി? അയ്യോ, എന്താ പറ്റിയേ? അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവൻ തന്നെ. പിന്നെ രഘുവേട്ടന് വലിയ കഷ്ടപ്പാടായല്ലേ? എത്ര കഷ്ടപ്പെട്ടാലും അവന് മുമ്പിൽ ചെന്ന് പെടാതിരുന്നാ മതി. അമ്മി, ഇവിടെ നിങ്ങൾക്കൊരു സഹായത്തിന് ആരെങ്കിലും നിർത്താൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ഈ ഫുഡൊക്കെ വാങ്ങിച്ചോണ്ട് വരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ റിസ്ക് ഇല്ലല്ലോ. വിനയൻ എന്നെ കണ്ടാലും തിരിച്ചറിയും, അതാ. അല്ലെങ്കിൽ അത്യാവശ്യത്തിന് ഞാൻ പുറത്തിറങ്ങായിരുന്നു. തൽക്കാലം ഒന്നും വേണ്ട, ഇപ്പൊ നീ ഫുഡ് കഴിക്കാം. രഘുവേട്ടൻ പോകുന്നില്ലേ? വീട്ടിൽ അന്വേഷിക്കില്ലേ? ഞാനേ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കാം. എങ്കിലിനി രഘുവേട്ടൻ നിൽക്കണ്ട, വേഗം വീട്ടിലേക്ക് പൊക്കോ. വീട്ടുകാരെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല. രഘുവേട്ടൻ പോയിട്ടേ ഞാൻ ഫുഡ് കഴിക്കുന്നുള്ളൂ. ശരിയെന്നാ, ഞാനെന്നാ പോയിട്ട് വരാം. മോൾ ഉറങ്ങിയല്ലേ? ഇപ്പൊ ഉറങ്ങിയുള്ളൂ. ശരി. ആമി, തൽക്കാലം ഇത് ആമിയുടെ കയ്യിൽ വെച്ചോ, എന്തെങ്കിലും ആവശ്യം വരും. ആവശ്യങ്ങളൊക്കെ രഘുവേട്ടൻ നിറവേറ്റി തരുന്നുണ്ടല്ലോ, പിന്നെന്തിനാ എന്റെ ഈ കാശ് തരുന്നേ? അല്ല, ഞാനിവിടെ ഇല്ലാത്തപ്പോ എന്തെങ്കിലും ആവശ്യം വന്നാലോ? ഇത് പിടിക്കേ, വെച്ചോ. ഞാനൊന്ന് പോയിട്ട് വരാം. രഘുവേട്ടൻ പിന്നീട് അച്ഛനെ വിളിക്കുകയോ മറ്റോ ചെയ്തോ? ഇന്ന് രാത്രി ഹോസ്പിറ്റലിൽ നിൽക്കോ അതോ ഇങ്ങോട്ട് വരുമെന്നൊന്നും അറിഞ്ഞില്ലല്ലോ അച്ഛാ. അവൻ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. നിനക്ക് വിളിച്ചൊന്നും അന്വേഷിക്കാമായിരുന്നില്ലേ? ഞാൻ എന്ത് വിളിക്കാനാ അച്ഛാ? കുടുംബത്തെക്കുറിച്ച് ചിന്തയുള്ളവര് ഇങ്ങോട്ട് വിളിച്ചു പറയുമല്ലോ. രഘുവേട്ടൻ ഇന്ന് ഹോസ്പിറ്റലിൽ നിൽക്കാന്നല്ലേ ചേച്ചി പറഞ്ഞേ? അവിടെ ബാനുമ്മയല്ലേ ഉള്ളൂ, അതുകൊണ്ട് രാത്രി ഇങ്ങോട്ട് വരണ്ടെന്ന് വിചാരിച്ചു കാണും. അതുകൊണ്ടാ മഞ്ചാടി ഞാൻ വിളിക്കാതിരുന്നത്. ഉത്തരവാദിത്തത്തോടെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പോയ ആളെ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. രഘു വിളിക്കായിരിക്കും. അവൻ ഹോസ്പിറ്റലിൽ നിന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വിനയൻ അവിടെ കാണും. രഘു വിളിച്ചാ ഞാൻ അവനോട് ഇങ്ങോട്ട് വരാൻ പറയാം. അത്താഴത്തിന് നീ അവനെ കൂടി കണക്കാക്കിയിട്ടില്ലേ അമ്പിളി? എന്റെ കടമ ഞാനൊരിക്കലും മറക്കില്ലച്ചാ. രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആളല്ലേ, വീട്ടിലിരിക്കുന്നവർക്ക് കാത്തിരുന്നല്ലേ പറ്റൂ. ചേച്ചി പറഞ്ഞ ശരിയാ. വരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് വിളിച്ചു പറയാനുള്ള മര്യാദ രഘുവേട്ടൻ കാണിക്കണം. സാധാരണ അവൻ പോയാ നീ ഒരു 10 വട്ടമെങ്കിലും വിളിച്ചു ചോദിക്കുന്നതാണല്ലോ അമ്പിളി. ഇപ്പൊ എന്തു പറ്റി? ഓ, ഞാൻ വിളിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെന്ന് മനസ്സിലായച്ച. ഞാൻ രഘുവേട്ടന് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ലെന്നാണല്ലോ എല്ലാവരുടെയും പരാതി. അതുകൊണ്ടേ ഞാൻ മൊത്തത്തിൽ അങ്ങ് ഒതുങ്ങാന്ന് തീരുമാനിച്ചു. ഞാൻ വിളിക്കുന്നതും പറയുന്നതും ചോദ്യം ചെയ്യുന്നതും ഒക്കെ രഘുവേട്ടനും വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടച്ച. അപ്പൊ പിന്നെ മിണ്ടാതിരിക്കുന്നതല്ലേ അച്ഛ നല്ലത്.
കറി എടുത്തില്ലേ? ഇപ്പൊ കൊണ്ടുവരച്ച. മതി മതി മതി. ദാ, ഈ തോർത്തെടുത്ത് മുഖം തുടച്ചിട്ട് മോള് കിടന്നു. മോൻ എപ്പോഴാ എഴുന്നേറ്റ് കരയാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴൊക്കെ മക്കൾക്ക് എഴുന്നേക്കേണ്ടതല്ലേ. തുടച്ചോ? ഇതാ. ആ ബാനുമ്മേ, രണ്ടുപേരും ആഹാരമൊക്കെ കഴിച്ചാ? ഞങ്ങള് കഴിച്ചു വിനയാ. ആ ചീരു കിടക്കാൻ തുടങ്ങുമായിരുന്നു. ഓ അല്ല, നീ വീട്ടിൽ പോന്നെങ്കിൽ പോയിക്കോ. അയ്യോ, ഞാൻ വീട്ടിൽ പോയ ഇവിടെ ആരാ? രാത്രി ആണുങ്ങൾ ആരെങ്കിലും വേണ്ടേ ബാനുമ്മേ? രഘുവേട്ടൻ വരുമായിരിക്കും ബാനുമ്മ. പിന്നെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഹോസ്പിറ്റലല്ലേ. ആ അതെ വിനയാ, ചീരുവിന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാനില്ലേ, അത്യാവശ്യത്തിന് നേഴ്സുമാരും ഓടി വരും. പിന്നെന്തിനാ നീ വെറുതെ? എനിക്ക് പ്രശ്നമൊന്നും ഇല്ല ബാനുമ്മേ. നിങ്ങള് ഈ ആഹാരം കഴിച്ചതിന്റെ വേസ്റ്റ് ഒക്കെ എവിടെ ഇരിക്കുന്നേ? എവിടെ? ആ ഞാനേ ഇത് പുറത്തെ ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിടാം. അതൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ, നാളെ ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാർ വരുമ്പോ എടുത്ത് മാറ്റിക്കോളൂ. ഹ. അതുവരെ ഈ വേസ്റ്റ് മുറിക്കാതിരിക്കാനോ? എന്താ ചീരു ഇത്? നീയേ സിസേറിയൻ കഴിഞ്ഞ് കിടക്കുക, മോനും ഉണ്ട്. മുറി ശുചിയായി സൂക്ഷിച്ചില്ലെങ്കിൽ രണ്ടാൾക്കും ഇൻഫെക്ഷൻ വരാൻ എളുപ്പാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങള് വാതിലടച്ച് കിടന്നോ. ആ എന്നെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. വിളിച്ചാ വിളി കേൾക്കുന്ന കാലത്തിൽ ഒരാളുണ്ടെന്ന് ഓർത്താ മതി. ഓക്കെ? ആ അച്ഛനാണല്ലോ, ചിലപ്പോ നിന്നോട് സംസാരിക്കാനാവും. ഫോണങ്ങ് തരട്ടെ? വേണ്ട, എനിക്കിപ്പോ സംസാരിക്കണ്ട. ആ ഹലോ അച്ഛാ. നീ ഇപ്പൊ ഹോസ്പിറ്റലാണോ? ആ അതെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഫോണ് ചീരന് കൊടുക്കണോ? അവള് കിടക്കാൻ പോകുന്നുള്ളൂ, വേണേ കൊടുക്കാം. വേണ്ട വിനയ, അവള് കിടന്നോട്ടെ. ഞാൻ രഘു ഇവിടെ എത്തിയൊന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. ഇല്ല, രഘുവട്ടം പിന്നെ ഇങ്ങോട്ട് വന്നതേ ഇല്ല. എന്തെങ്കിലും തിരക്കിലായി പോയി കാണും. ആ പിന്നെ അച്ഛാ, രഘുവട്ടന്റെ വണ്ടി ആ പാർക്കിംഗ് സ്ലോട്ടിൽ പാർക്ക് ചെയ്ത് കിടക്കുന്നത് കണ്ടായിരുന്നു. ഞാൻ നേരത്തെ ക്യാൻറ്റീനിൽ പോയപ്പോഴും വണ്ടി അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ആ അവൻ വണ്ടി എടുക്കാതെ എങ്ങോട്ടും പോവാറില്ലല്ലോ. ഇനിയിപ്പോ രാത്രിയിൽ അവിടെ വന്ന് കിടക്കാന്ന് കരുതി വണ്ടി അവിടെ വെച്ചിട്ട് പോയതാവും. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അച്ഛൻ ഒരു കാര്യം ചെയ്യ്, ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്ക്. എടുക്കുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി താഴെ പോയി വണ്ടി അവിടെ കിടക്കുന്നുണ്ടോ നോക്കാം. ശരി ശരി. നിനക്ക് വീട്ടിലേക്ക് പോറായില്ലേ? ആ ഞാൻ പോകുന്നില്ല അച്ഛാ, പോയാലൊരു സമാധാനം ഉണ്ടാവില്ല. ഞാനിവിടെ വരാന്തയിൽ ഇരുന്നോളാം. അച്ഛൻ എന്നാ രഘുവട്ടം വരാൻ താമസിക്കാമെങ്കിൽ വിളിക്കേ, ഞാൻ പോയി അന്വേഷിക്കാം. ശരി ശരി.